പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും നിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരതയുടെ വാർത്ത വരുന്ന മണിക്കൂറാണ്. നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. സൂരജ് സജി നമ്മോടൊപ്പം ചെയ്യുന്നു. സൂരജ്, 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒളിവിൽ പോയത് വനത്തിനുള്ളിലേക്കാണ്. അവിടെ ഏറെ സാഹസികമായി തെരച്ചിൽ നടത്തിയ ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് പ്രതിയെ പിടികൂടി. എന്നാൽ ഇന്നും സമാനമായ രീതിയിൽ ഇതൊരു സ്ട്രാറ്റജിയായി കണ്ടുകൊണ്ട് ഇപ്പോഴും വനത്തിലേക്ക് തന്നെ പോയെന്ന നിഗമനത്തിൽ ഈ ചെന്താമരയ്ക്കൽ അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണോ? നാട്ടുകാരുടെ സംഘമടക്കം പരിശോധനയിൽ ഉണ്ടെന്ന് നേരത്തെ നിഖിൽ പരമേശ്വർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ സംഘം ഇപ്പോഴും വനത്തിനുള്ളിൽ കയറി പരിശോധന നടത്തുകയാണ്. ഇയാളുടെ തെരച്ചിൽ, ഇയാൾക്കായുള്ള തെരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. സുഹൈൽ, എന്തായാലും എന്താ ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി പോയതിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് തോന്നുന്നു. അതായത് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സുഹൈൽ ഈ താഴെയാണ്, അതായത് ഞാൻ നിൽക്കുന്നതിന് ഈ താഴ്ഭാഗത്താണ് ഈ കൊലപാതകം നടത്തിയത്. ആ താഴ്ഭാഗത്താണ്. ആ താഴ്ഭാഗത്ത് നിന്ന് കൊലപാതകം നടത്തിയ പ്രതി പിന്നീട് പോകുന്നത് ഇതൊരു മലയോര മേഖലയാണ്, നെല്ലിയാമ്പതി മലയാണ്. ആ മലയിലേക്ക് ഓടി കയറുകയായിരുന്നു. അതിനു മുമ്പ് ഈ നാട്ടുകാർ പറയുന്ന ചില വിവരങ്ങളുണ്ട്. അതായത് ഈ കൊലയ്ക്ക് ശേഷം പ്രതി ഇവരുടെ ഒരു തറവാട് വീട് ഇതിന് സമീപത്തുണ്ട്. ആ തറവാട്ട് വീട്ടിലേക്ക് എത്തി എന്നൊരു നിഗമനം അല്ലെങ്കിൽ ഒരു സംശയം നാട്ടുകാർക്കുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയും കടന്നാണ് ഈ പ്രതി വനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ഡോഗ് സ്ക്വാഡ് അടക്കം ഈ മേഖലയിലെത്തി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിൽ കാര്യമില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഇവർ ഉയർത്തുന്നത്. കാരണം ഈ ഡോഗ് സ്ക്വാഡ് അടക്കം ഇനി ഇവിടെ എത്തി തിരച്ചിൽ നടത്തിയാൽ പോലും സ്വാഭാവികമായും പ്രതി പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഡോഗ് സ്ക്വാഡ് നടത്തുന്ന പരിശോധനയ്ക്ക് ഫലമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഡോഗ് സ്ക്വാഡിന് ഈ മണം പിടിച്ച് അധിക ദൂരത്തേക്ക് നായ്ക്ക് എത്താത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പറയുന്നത്. അന്നും സമാനമായ രീതിയിലായിരുന്നു പ്രതിയുടെ ഒരു കുറ്റകൃത്യത്തിന് ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച മെത്തേഡ്. അതായത് ഈ കൊലപാതകം നടത്തിയ ശേഷം പുഴയിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയാൽ പ്രതിയെ കണ്ടെത്താൻ കഴിയില്ല. അതേ സ്ട്രാറ്റജി ഇത്തവണയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. 2019 രക്ഷപ്പെടാൻ താണ്ടി അതേ ദൂരം തന്നെയാണോ ചെന്താമര ഇപ്പോഴും താണ്ടുന്നത്? ജനിച്ചു വീണ മണ്ണാണ്. അതുകൊണ്ട് തന്നെ വനത്തിന്റെ ഉള്ളിലേക്കുള്ള പാതകൾ കണ്ണുപൂട്ടി പോവാനും സാധിക്കുന്ന പ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലും ചെന്താമരയ്ക്കുള്ള തെരച്ചിൽ തുടരുന്നത്. നിഷ്ഠൂരമായ 3 കൊലപാതകങ്ങൾ നടത്തിയ പ്രതിക്ക് ഇനി എന്ത് ശിക്ഷ അയാൾ എപ്പോൾ പിടിക്കാൻ പോലീസ് എന്തൊക്കെ ചെയ്യുന്നു, ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾ ബാക്കി, അവിടെയുള്ള സുധാകരൻ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് എപ്പോൾ കടക്കാനാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകളിലേക്ക് വരുന്നുണ്ട്.